സിസ്റ്റർ റാണി മേരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് വളരെ മനോഹരമായൊരു മൂവിയാണ്. എപ്പോഴെങ്കിലൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിരിക്കേണ്ട ചിത്രം തന്നെയാണത്. നമ്മുടെ കാറ്റും നമ്മുടെ തണലും കൊണ്ട് ജീവിച്ച ഒരു സിസ്റ്റർ ഇത്ര മനോഹരമായിട്ടൊരു സഭയിൽ ജീവിച്ചു എന്നുള്ളത് നമുക്കൊരു പ്രചോദനമാണ്. ഈ സിസ്റ്റർ ജീവിച്ചൊരു ഗ്രാമത്തിൽ വളരെ മനോഹരമായിട്ട് അവർക്കൊരു ക്രൈസ്തവ സാക്ഷി നൽകാൻ വേണ്ടി പെടാപ്പാട് പെടുന്നതാണ് ആ സിനിമയിൽ മുഴുവനും കാണിക്കുന്നത്. വെള്ളമില്ലാത്തവർക്ക് ഒരു കിണർ കുഴിച്ച് അതിലൂടെ വെള്ളം കൊടുക്കാൻ പെടുന്നൊരു കഷ്ടപ്പാട്, അതിലുണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ പ്രഷർ, വിദ്യാഭ്യാസം കൊടുക്കാൻ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ, രോഗികളായിട്ടുള്ളവരെ വളരെ റിസ്ക് എടുത്ത് അവരെ സഹായിക്കുന്ന ചില രീതികൾ, ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു കന്യാസ്ത്രീ തൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് എന്തുമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമോ അതൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു ചിത്രമാണത്. ഒരു ജീവിതത്തെ ഇത്ര മനോഹരമായി കാട്ടിയൊരു ചിത്രം എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അത്രത്തോളം മനോഹരമായിട്ട് ഈ ചിത്രം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു വെല്ലുവിളിയായി ആ സിസ്റ്ററിന് മുമ്പിൽ നിൽക്കുന്ന ആ നാട്ടിലെ പ്രമാണിമാരാണ്. ഈ സിസ്റ്റർ അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും അവർക്ക് ആരോഗ്യം നൽകാൻ വേണ്ടി പെടാപ്പാട് കൊടുക്കുകയും അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കുകയൊക്കെ ചെയ്ത സമയത്ത് കൂടുതലുള്ള സിസ്റ്റേഴ്സ് പറയുന്നൊരു വാക്കുണ്ട്, നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യണോ, നമുക്ക് കോൺവെൻറ്റിനകത്ത് സുഖമായിട്ടിരുന്നാൽ പോരെ. ഇങ്ങനൊരു ചോദ്യത്തിനൊടുവിൽ ആ സിസ്റ്റർ പെട്ടെന്ന് മുറിയിലേക്ക് വന്ന് നോക്കുന്നത് ഒരു ക്രൂശിത രൂപത്തിലാണ്. എനിക്ക് തോന്നുന്നു മറുപടി പറയാത്ത ഉത്തരത്തിൽ കൃത്യമായ ഉത്തരം ആ നോട്ടത്തിലുണ്ട്. ഈ ഭൂമിയിൽ ആർക്ക് വേണ്ടിയിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നത് അവിടെ ജീവനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജീവനെ പേടിക്കാത്ത ഒരാൾ വീണ്ടും ക്രിസ്തുവിനെ സാക്ഷ്യം നൽകി മനോഹരമായി സുവിശേഷം പ്രഘോഷിച്ചു നടന്നു. അതുകൊണ്ട് തന്നെ ആ സിസ്റ്റർ മരണത്തെ പേടിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്നത്തെ ഗോസ്പൽ മരണത്തെ പേടിക്കാതെ ജീവിക്കാനുള്ളൊരു ക്ഷണമാണ്. ഇത് ഗോസ്പലിൽ യേശു പറയുന്നത്, നിങ്ങൾ ശരീരത്തെ നശിപ്പിക്കുന്നവർ നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്? ആത്മാവിനെ നശിപ്പിക്കാൻ കഴിവുള്ളവർ നിങ്ങൾ പേടിക്കുക. ഈ ശരീരത്തെ നശിപ്പിക്കാൻ കഴിവുള്ളവർ നിങ്ങൾ എന്ത് ചെയ്ത് കളയും? ഒന്നും ചെയ്യില്ല. ഇങ്ങനെ ആവർത്തിച്ച് അടിവരയിട്ട് യേശു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി ഓർമ്മ വരുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കേണ്ട ഒരു സുവിശേഷ സാക്ഷ്യത്തിൻ്റെ ജീവിതമാണ്. ആരെയും പേടിക്കാതെ ധൈര്യപൂർവ്വം സുവിശേഷം പറഞ്ഞുകൊണ്ടേ നടക്കുക, ജീവിച്ചുകൊണ്ടേയിരിക്കുക. അവസാന ശ്വാസത്തോളം മരണത്തെ പേടിക്കാതെ ധീരതയോടുകൂടി പറയേണ്ടത് പ്രവാചക ദൗത്യത്തോടെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ സിനിമ അവസാനിക്കുന്നിടത്ത് രക്തത്തിൽ കുളിച്ച് അനേകം കുത്തുകൾ ഏറ്റുവാങ്ങി ഒരു വഴിവെക്കൽ കിടന്ന് മരിക്കുന്ന സിസ്റ്റർ ചിത്രമാണ്. കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത്. പിന്നീട് ഇപ്പോഴും ഓർക്കുമ്പോൾ എത്ര ധന്യതയാണ് ആ ജീവിതത്തിന്. മരണം കണ്ണ് നിറയിക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ആ ജീവിതം നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന എന്താണ്? ഒരുപക്ഷെ ഈറനണിയുന്ന എല്ലാ സഹനങ്ങൾക്കപ്പുറം പുഞ്ചിരിക്കുന്ന ഒരു സന്തോഷം ഈ ലോകം നിങ്ങൾക്കായി കാത്തുവയ്ക്കും. കാരണം നിങ്ങളെ ആത്മാവിനെ സംരക്ഷിക്കുന്നവനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ശരീരം മനുഷ്യർ നശിപ്പിച്ചുകൊള്ളട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.